ഹായ്, ഞാൻ ചാക്കോച്ചൻ. റേഡിയോ മാംഗോ 91.9 സ്പോട്ട് ലൈറ്റിൽ. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് വായിച്ചൊരു കാര്യമാണ് ജയസൂര്യയുടെ വീട്ടിലേക്ക് ഒരു പച്ച കാർ, ഒരു വലിയ കാർ എത്തിയ ഒരു കാര്യം. ജയസൂര്യയുടെ വീട്ടിലേക്ക് റീസെന്റ് ആയിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ നിമിഷ് ഫിറ്റ് ആയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, എല്ലാം കൂടി ഇങ്ങനെ തലയിൽ കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ജയസൂര്യ കുഞ്ചാക്കോ പോകാൻ വീട്ടേക്കോ. ജയസൂര്യ കഴിഞ്ഞ ആഴ്ചയായിരുന്നു. എന്നെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ചാക്കോച്ചൻ പറയാം, ചാക്കോച്ചന്റെ വീട്ടിലേക്ക് ഒരു വലിയ പച്ചക്കാർ വന്നു എന്ന് കണ്ടിരുന്നു. ആ കാറിന്റെ പിക്ചറൊക്കെ കണ്ടിരുന്നു. എന്തായിരുന്നു സംഗതി? 55 കൊല്ലം പ്രായമുള്ള ഒരു കാറാണ്. 18 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും തിരിച്ച് എന്റെ വീട്ടിലേക്ക് വരികയാണ് ആ കാറ്. എന്റെ മുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന കാറാണ്. എന്റെ അപ്പന്റെ അമ്മയുടെയും കല്യാണ കാറാണ്. ഓക്കെ. എന്റെ മൂക്കിന്റെ പാലം ഇടിച്ചു പൊളിച്ച കാറാണ്. എന്തായിരുന്നു അത്? ഒടുക്കത്തെ ബ്രേക്കാണ് വണ്ടിക്ക്. വേറെ ഒന്നും വർക്ക് ചെയ്യില്ലെങ്കിലും ബ്രേക്ക് നല്ല ഒരു പവർ ബ്രേക്കാണ്. അപ്പം എനിക്ക് തോന്നുന്നു 5ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു. പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ ബാക്ക് സീറ്റിലായിരിക്കുന്നു. പെട്ടെന്ന് ബ്രേക്ക് ഔട്ടി, ഞാൻ ബാക്കിൽ നിന്ന് തെറിച്ച് മുമ്പിൽ വന്ന് ഡാഷിലിടിച്ച് എന്റെ മൂക്ക് പൊട്ടി. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം, കുരിശു എന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ ആ ഒരു കാറാണ്. എനിക്ക് തോന്നുന്നു ലാൽ സലാം എന്ന് പറയുന്ന സിനിമയില് മേടയിൽ ഇട്ടിച്ചൻ എന്ന് പറയുന്ന മധുസാറിന്റെ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് ആ ഒരു കാറാണ്. അങ്ങനെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു കാറാണ്. പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ കാർമൽ അക്കാഡമി എന്ന് പറയുന്ന സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ വിളിക്കാനായിട്ട് ഇടയ്ക്ക് ഈ കാറ് വരുമായിരുന്നു. കാറ് വന്നിട്ട് അവിടെ തന്നെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കും. അത് സ്റ്റാർട്ട് ആക്കണമെങ്കിൽ 3 ലിറ്റർ പെട്രോൾ വേണം. അപ്പൊ നമുക്ക് അതിന്റെ മൈലേജ് ഗസ് ചെയ്യാവുന്ന. അപ്പൊ അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള. ഇപ്പൊ എങ്ങനെയുണ്ട് വണ്ടിയുടെ കണ്ടീഷൻ? ഇപ്പൊ വണ്ടി കണ്ടീഷൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് നമ്മുടെ ഫോട്ടോഷൂട്ടിന് ശേഷം അത് കെട്ടി വലിച്ചോണ്ട് പോകേണ്ടി വന്നു. സീരിയസ്ലി? മലപ്പുറത്ത് നിന്ന് മാപ്പിള കലാസുകളെ കൊണ്ടുവന്ന് പൊക്കിച്ചോണ്ട് പോയോ? ഇല്ല, നമ്മുടെ ഇവിടുത്തെ ലോക്കൽ കലാസ് ചേട്ടന്മാര് കൊണ്ടുവന്നു. ഇപ്പൊ അത് റോഡിൽ ഇറക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഈ പറഞ്ഞ പോലെ പഴയ മേസ്ത്രിമാര് ആശാരിമാരൊക്കെയാണ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആശാരിമാരല്ല, ആശാൻ. കാരണം അതിന്റെ ചില പാർട്സ് ഒക്കെ സെപ്പറേറ്റ് ലെയ്ത്തിൽ ഉണ്ടാക്കണം. അപ്പൊ അതിന് ഉള്ള മിടുക്കനായിട്ടുള്ള പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാലും നമ്മുടെ റോഡിലൂടെ ഉറപ്പായിട്ട് ഇറക്കും. ഉറപ്പായിട്ട് ഇറക്കും. വലിയ ആഗ്രഹമാണ്. വണ്ടിയും കൂടെ വിചാരിക്കട്ടെ. അതെ.